അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത മഹാരാഷ്ട്ര ആണെങ്കിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട്. അതിൻ്റെ അത്തരത്തോളം ശ്രദ്ധ നേടാനുണ്ടായ സാഹചര്യം അവിടെ തൃശ്ശൂരിന് ശേഷം BJP അക്കൗണ്ട് തുറക്കുന്ന സീറ്റായി മാറുമോ എന്ന ചർച്ചയാണ് പാലക്കാടിനെ വ്യത്യസ്തമാക്കുന്നത്. എങ്ങനെ വിലയിരുത്താം പാലക്കാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ വേഗം? പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് സുപ്രധാനമായിട്ടുള്ളത്. പാലക്കാടിന്റെ വികസനം നേരിട്ട് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലുള്ള വികസനവും നഗരസഭ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പഞ്ചായത്തുകളിലുള്ള വികസനവും വളരെ വ്യക്തമാണ്. LDF-നും UDF-നും ഒക്കെ മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടിയുള്ള യാതൊരു സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകും. അത് റോഡാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും നെൽകർഷകരുടെ നീറുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതിനൊന്നും പരിഹാരം കാണാനോ എന്തെങ്കിലും രീതിയിലുള്ള സമാശ്വാസം കൊടുക്കാനോ LDF-നും UDF-നും അവിടെ സാധിച്ചിട്ടില്ല. എന്നാൽ ദേശീയ തലത്തിൽ BJP ആവിഷ്കരിച്ച പല പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടെത്താൻ കഴിയുന്ന കിസാൻ സമ്മാൻ നിധി പോലെയും കിസാൻ ക്രെഡിറ്റ് കാർഡ് പോലെയുമുള്ള പദ്ധതികൾ, ഇൻഷുറൻസ് അടക്കം ജനങ്ങൾക്ക് വളരെയേറെ ആശ്വാസം കൊടുക്കുന്ന പദ്ധതികളാണ്. ഇതൊക്കെ തന്നെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇത്തവണ അവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം നമുക്കറിയാമല്ലോ. LDF-ന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDF-ൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് കടം കൊണ്ട സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും, കഴിഞ്ഞ തവണ ഷാഫി പറമ്പലിനുണ്ടായിരുന്ന മുൻതൂക്കത്തിൽ നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്ത അവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്ക് ഇത്തവണ അതേപടി പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമോ എന്നുള്ളതും നമ്മൾ പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ട് നിർണായകമായിട്ടുള്ള ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് മാറി ചിന്തിച്ചു എന്നുള്ളതും വളരെ വ്യക്തമാണ്. അതായത് കേരളത്തിലെ ചേലക്കരയിലാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ക്രൈസ്തവ വോട്ടുകളുടെ ഇത്തവണത്തെ തീരുമാനം തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിരിക്കും. അതുകൊണ്ട് പാലക്കാട് വളരെ ചെറിയ ഒരു വിഭാഗമായേ ഉള്ളൂ, 10,000-ഓളം വോട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആ 10,000 വോട്ട് ക്രിസ്ത്യൻ വോട്ട് സംഘടിതമായി BJP-യിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി ഒരു മുന്നണിയെ മാത്രം പിന്തുണച്ചിരുന്ന അവസ്ഥ ഇന്ന് മാറിയിട്ടുണ്ട്. അത് രണ്ട് മുന്നണികളിലേക്ക് വീതിച്ചു പോകാനുള്ള സാഹചര്യമാണ് കൃത്യമായിട്ടും നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് മുസ്ലിം വോട്ടുകളിൽ ഭിന്നതയുണ്ടാവുകയും അതേപോലെ ക്രിസ്ത്യൻ വോട്ട് BJP-യുടെ ഭാഗത്തേക്ക് മാറുകയും ഇന്ന് വോട്ടെടുപ്പിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന കുറവ്, അതായത് പോളിംഗിന്റെ ശതമാനത്തിൽ വന്നിരിക്കുന്ന കുറവ് LDF-ന്റെയും UDF-ന്റെയും ശക്തി കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദുർബലമായിരിക്കുന്ന LDF UDF മുന്നണികൾക്ക് നടുവിൽ ശക്തമായി ഉദിച്ചുയരുന്ന NDA മുന്നണിയാണ് എല്ലാ രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും സാമുദായിക മത സംവിധാനങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും അവസാനമായിട്ട് സന്ദീപ് വാര്യരുടെ ചാട്ടം UDF-ന് വിനയായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലാണ് എല്ലാവരും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ദീപ് വന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് ഇന്ന് കോൺഗ്രസും UDF-ഉം പറയുന്നത്. അതിന്റെ നേതാക്കന്മാർ തന്നെ ആശങ്ക പങ്കുവെക്കുന്ന ഈ അവസരത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്: UDF-ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തൊരു മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് വ്യക്തമായ മുൻതൂക്കത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പാലക്കാട് വിജയിച്ചു കഴിഞ്ഞു എന്ന് പറയാവുന്ന അവരുടെ ആത്മവിശ്വാസത്തെ നമുക്കൊരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല, തള്ളിക്കളയാനും കഴിയില്ല. NDA-യുടെ അക്കൗണ്ട് തുറക്കുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു വിധിയായിരിക്കും നാളെ വരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം.